നല്ലൊരു കാഴ്ച കാണിച്ചു കേട്ടോ. ഞങ്ങളങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിനെ വരികയാണ്. വന്ന് കൊടൈക്കനാൽ എത്തിയില്ല, അതിൻ്റെ മുന്നേ നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ 6:30 ആയിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നൊരു കാര്യം മനസ്സിലാകും കേട്ടോ. നമ്മൾ പിന്നെ കൊടൈക്കനാലിലേക്ക് എത്തുന്നതിന് മുന്നേ ഇങ്ങനൊരു ടോൾ ബൂത്ത് കാണാണ്ട്. ഇവിടെ ശരിക്കും യഥാർത്ഥത്തിൽ ലീഗലായിട്ടുള്ള ടോളല്ല എന്ന് മനസ്സിലാകുന്നത്. അതായത് ഇപ്പം ഈ ടോളിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്ന് അവിടെ 2 ആൾക്കാർ ഇന്നാണ്ട് കേരള വണ്ടി കാണുമ്പം 50ഉം 60ഒക്കെ വാങ്ങുന്നുണ്ട്. അല്ലാത്തവർ നേരിട്ട് എന്തൊന്നും ഉണ്ടോ ടോള് കൊടുക്കാതെ പോരാണ്. കേരള വണ്ടി കാണുമ്പോൾ എന്ത് ചെയ്യും, വാങ്ങുന്നുണ്ട്. ഇത് ടാക്സിയാണ്, അല്ലാതെയും കുറേ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ടോള് കൊടുക്കാതെ. അപ്പം കേരള വണ്ടി കാണുമ്പോൾ പ്രത്യേക ഒരു ചോദ്യമാണ്. നിയമപരമായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോന്നാൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ കൊടൈക്കനാൽ എത്തിട്ടോ. കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്താണുള്ളത്. കണ്ടോ, തുറന്നിട്ടില്ല, 7 മണി ആയിട്ടുള്ളൂ. നമ്മളിങ്ങനെ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ വെറുതെ വന്ന് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവിടെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്. ബ്രാൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്ക് കാണാനുണ്ട്. നമുക്ക് അതൊന്ന് പോയി കാണാം. ഇവിടെ കൂടുതലേറെ നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി പോകാമെന്നുള്ള ഉദ്ദേശം. ഇതുപോലെ സൈക്കിള് ഓടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. സൈക്കിൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഓടിക്കാൻ. ഇവിടെ റെൻറ്റിന് സൈക്കിൾ കിട്ടും കുറഞ്ഞ പൈസയ്ക്ക്. ഞാനിത് മൊത്തം ചുറ്റിക്കറങ്ങാം. നല്ലതുണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗം. ഇതൊക്കെ ഒരുപാട് കടകളാണ് കേട്ടോ, ഒന്നും തുറന്നിട്ടില്ല. രാവിലെ ഇങ്ങനെ നടക്കല്ലേ, തുറക്കാൻ സമയമായിട്ടില്ല. പാർക്കാണ്, ഇതൊരു ചെറിയ പാർക്കാണ്. ഇവിടെ ഉണ്ടല്ലേ ഭംഗിയുള്ള പൂ കേട്ടോ. ഉണ്ടോ, ഒരു ഏകദേശം ഒരു മഞ്ഞ, ഒരു പച്ച കളറ്. ഇതല്ല വെള്ള, ഇത് വെള്ളയും ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാത്തിനും നല്ല പൂവുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ഈ ഗാർഡന്, ഈ ഒരു പാർക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട പാർക്ക്. നേരത്തെ കണ്ടതിൻ്റെ അഡീഷണൽ കുറച്ച് സാധനങ്ങളാണ്. ഇതിൽ നല്ല കാണാനുള്ള സാധനങ്ങളുണ്ട്. ഇതിന് ടിക്കറ്റ് കൊടുക്കണം, 30 രൂപ. ചിൽഡ്രന് 15, ക്യാമറക്ക് 50, വീഡിയോ ക്യാമറക്ക് 100 രൂപയൊക്കെ കൊടുക്കണം കേട്ടോ. നല്ല പാർക്ക്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പാർക്കാണ് കേട്ടോ. കാണാൻ അത്യാവശ്യം ഉണ്ട് അതിൽ. ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് ഹൗസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും ഓപ്പൺ അല്ല, രാവിലെ ആയതുകൊണ്ട്. ഞങ്ങളിവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നല്ല, വെറുതെ ഇങ്ങനെ പോണ വഴിക്കാണ് കയറിയതാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകും. ഇത് 9 മണി മുതൽ 5:30 വരെയാണ് ഇതിൻ്റെ സമയം. വളരെ നല്ല മിടുക്കന്മാരായ ആളുകളുണ്ട്. പിന്നെ ടിക്കറ്റ് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിലിങ്ങനെ സൈക്കിൾ സവാരി ചെയ്യാൻ പറ്റും. റൗണ്ട് അടിച്ച് വരാൻ കഴിയും. അത് ഏകദേശം ഒരു 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ കാറിലൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് പോന്നു, അത്യാവശ്യം പോകാണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, പോവാണ്. പിന്നെ ഒരു വ്യൂ പോയിൻ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു പോകണം. വഴിക്ക് പറ്റുകയാണെങ്കിൽ ഇത് കയറും, അല്ലെങ്കിൽ അടുത്ത സിയാറത്ത് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കട്ടെ, ഏതാ റൂട്ട് സെറ്റാക്കട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. അവിടെ കൂടുതൽ നിന്നില്ല. ഒന്നാമത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇന്നലെ നല്ല തണുപ്പത്തൊരു ഉറക്കം കിട്ടിയല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇനി ഞങ്ങൾ മധുര സിക്കന്ദർ മല കയറാൻ വേണ്ടി പോവാണ്. കുറച്ച് യാത്ര ഉണ്ട്, കുറച്ച് ടൈം എടുക്കും. അപ്പം പോകുന്ന വഴിക്ക് കണ്ടോ നല്ല പൈൻമരങ്ങളാണെന്ന് തോന്നുന്നത്. പൈൻമരമായിരിക്കും, യൂക്കാലി ആവില്ല. അപ്പോൾ ആ ഒരു രസം കണ്ടപ്പം ഇങ്ങനെ നിർത്തിയാണ്. നല്ല മട്ടത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ, ഈ റോട്ടിലൂടെ ഇങ്ങനെ വാഹനം വരുന്നത് കാണാൻ തന്നെ രസമാണ്. അവിടെ കണ്ടോ വലിയ മല കോട മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി സിക്കന്ദർ മലൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പതുക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, പെട്ടെന്ന് അർജൻറ്റായിട്ട് പോകുന്നില്ല. ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ഇതുണ്ടോ ഈ ഒരു കറ്റാർവാഴ പോലൊരു സാധനം ഇവിടെ ഉണ്ട്, വലിയ സാധനം. ഇതിങ്ങനത്തെ ഏരിയയിലൊക്കെ, തണുപ്പുള്ള ഏരിയയിലൊക്കെ. ഇപ്പോൾ മൂന്നാറിലൊക്കെ ഉണ്ട്. മൂന്നാറിൽ ഈ സാധനമുണ്ട്, പൈൻമരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഒരു ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ചുരം ഇറങ്ങുമ്പം. കണ്ടോ, അവിടെ കണ്ടോ ഒരു വലിയൊരു മലൻ്റെ മുകളിൽ
കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇനി ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? മാഷാ അല്ലാ, എന്തൊരു ഭംഗിയാണ്. വലിയ മല കേട്ടോ. അടി മുതൽ മരങ്ങളാണ്. അതോ ഈ ഗർത്തത്തിൽ മുതൽ ഇങ്ങനെ ഓരോ മരങ്ങളാണ്. മരങ്ങൾ പൊങ്ങി 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 ആ മേലെ വരെ മരങ്ങളുണ്ട്. അതായത് മരങ്ങളൊന്നും ശരിക്കും മനസ്സിലാവണില്ല, പക്ഷേ ആ മരത്തിൻ്റെ ആ തലപ്പ് കണ്ടോ, മേഘം മൂടി നിൽക്കുകയാണ്, കോട മൂടിയിട്ട്. ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ ആണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പല സ്ഥലത്ത് ചെറുതായ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നല്ല നീരൊഴുക്കുണ്ട്. നല്ല കേൾക്കുന്നുണ്ടോ? ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സൂപ്പർ സ്ഥലമാണ്. തണുപ്പുണ്ട്. മുകളിലത്തെ അത്ര തണുപ്പില്ല, ചുരം ഇറങ്ങി വരികയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പ് കുറവ് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇതുണ്ടോ, അതാണ് നമ്മൾ നേരത്തെ കണ്ട വലിയ സാധനം. മൂന്നാറിലും ഇതേമാറ്റ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഇന്നിപ്പോൾ മധുര പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മധുരയിലെത്തിയിട്ട് സിക്കന്ദർ മല കയറണം. പക്ഷേ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ പാറ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു ചുരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങുകയാണ്, ഇങ്ങോട്ടാണ് കയറ്റം. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഒരു സമാധാനമുണ്ട് ഇതിലൂടെ പോവാൻ. യാത്രക്കാർ കുറവില്ല, കുഴപ്പമില്ലാത്ത യാത്രക്കാരുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ യാത്രക്കാർ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മൂന്നാറിൽ കണ്ട പോലെ തന്നെ ബൈക്ക് റൈഡേഴ്സൊക്കെയാണ് കൂടുതലായിട്ട് കാണാനുള്ളത്. ഇതിൻ്റെ ചെറിയ ചെടികൾ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം കേട്ടോ. വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുപാടുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും നല്ലത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഈ യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ നല്ല കാണിക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാ ഞങ്ങളിങ്ങനെ ചുരം കയറി ഇറങ്ങി കയറി പോവാം കേട്ടോ. ചിലവർക്ക് ഇറക്കാണ്, ചിലവർക്ക് കയറ്റാണ്. അപ്പം നല്ലൊരു കാഴ്ച, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അവിടെ കണ്ടോ ഒരു നല്ല വെള്ളച്ചാട്ടം, സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൂമിങ് കഴിയില്ല. എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടുത്തായിട്ട് കാണും, ഇതിൽ കുറച്ച് ദൂരമായിട്ടാണ് കാണുക. ഇവിടെ ഇതുണ്ട് കേട്ടോ, റിസർവോയർ. ഇവിടെ വെള്ളമുണ്ട് അടിയിൽ. ഈ മലമ്മ കണ്ടോ ഒരു ഡാർക്ക്, അപ്പുറത്ത് വെയിലില്ലേ, അത് ഇവിടുത്തെ ഈ മേഘം തണലിടുന്നതാണ്. മേഘത്തിൻ്റെ തണൽ ശരിക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയാട്ടോ ഇവിടെ നിന്നിട്ട്. വണ്ടിയൊക്കെ ഇല്ലാതിരിക്കുമ്പം അവിടുത്തെ ദൂരത്ത് നിന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അതിൻ്റെ അടുത്തുനിന്ന് ചെറിയ മഴവില്ലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന സ്പാർക്ക് ഉണ്ടല്ലോ വാട്ടറിൻ്റെ, അതിമക്ക് സൂര്യനെ അടിച്ചിട്ട് നല്ലൊരു മഴവില്ലിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇതിൽ. വലിയൊരു പാറ കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റ്. അതിലെങ്ങനെ റോഡ് വരിക. എന്താണ് അതിൻ്റെ ഒരു രസം? ഇതൊന്നുമല്ല, അതിലേറെ അപ്പുറം ഉണ്ട്. ഇവിടെ കാണിച്ചു തരാം, ഇങ്ങോട്ടോ നോക്കി. നല്ലൊരു റിസർവോയർ മോഡൽ. നേരത്തെ അവിടെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇത് അവിടുന്ന് ചെറിയ രൂപത്തിൽ കണ്ടിരുന്നു, പക്ഷെ ഇപ്പം ശരിക്ക് കാണാൻ കഴിയും. അവിടെ ചെറിയൊരു തോണിയോ ബോട്ടോ ചെറുതായിട്ട് അവിടെ നിന്നുണ്ട്. ഇവിടെ നല്ല കുന്നിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇവിടെ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു കുറ്റിപ്പേരൊക്കെ ഇതിൽ നിന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വീടുകളുണ്ട്, ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് കാണാൻ കഴിയില്ല. പക്ഷേ അവിടെ എത്തുക എന്നുള്ളത് നല്ലൊരു രസമുള്ള സ്ഥലമായിരിക്കും. അതിൻ്റെ അവിടെ ആ സൈഡ് കൂടെ റോഡൊക്കെ കാണുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നോ. ഇവിടെ വന്ന് കാണേണ്ട ഒരു സാധനമാണ്. ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചെന്നാലും പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഒരു 50% മാത്രമേ നിങ്ങൾക്ക് എത്തുള്ളൂ. ഇവിടെ എത്തിക്കാണുക എന്നുള്ളത് അതൊരു വേറെ അനുഭവം തന്നെയാണ്. വന്ന് കാണേണ്ട ഒരു സാധനമാണ്. എല്ലാവരും ഫ്രീ കിട്ടുകയാണെങ്കിൽ ഇതിലൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കാം കേട്ടോ. മാഷാ അല്ലാ, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ അള്ളൊക്കെ ഉണ്ടെന്നൊരു ഓർമ്മ വരിക. എന്ത് ഭംഗിയാണ്. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. കൂട്ടുകാരെ, നമ്മളിവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. 11:30 സമയമായി. നമുക്കിവിടെ ഒരു ബാത്റൂം, ഇവിടുത്തെ ഒരു പള്ളി ഉണ്ടോ, ഇവിടെ ഒരു പള്ളി പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരാൾ ഈ പള്ളിൻ്റെ ഭാഗമായിട്ടൊരു ബാത്റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കുകയാണ്. മാഷാ അല്ലാ. അപ്പം ഇത് അവരുടെ ഒരു ചെറിയൊരു മദ്രസ പോലത്തെ ഒരു സാധനമാണ്. അവിടെ കുട്ടികളെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, മദ്രസയാണ്, ചെറിയൊരു മദ്രസയാണ്. അതിൻ്റെ അപ്പുറത്ത് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കാനുള്ള ഇവരാണ് നമുക്ക് സൗകര്യം ചെയ്തു തന്നത്.
ഈ ഹാജിയാണ് നമ്മളോടൊന്ന് കുളിക്കാനൊക്കെ പറഞ്ഞത്. അപ്പോൾ മാഷാ അല്ലാ സന്തോഷം. അപ്പം കുളിക്കട്ടെ, കുളിച്ചിട്ട് മധുരയ്ക്ക് പോകും മാഷാ അല്ലാ. അപ്പം ഞാൻ മധുരയിലെത്തിട്ടോ. മധുരയിലെത്തി ഒരു ഉച്ച സമയത്ത് എത്തിയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ച് നാളേക്കുള്ള വീഡിയോ ഇവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്യായിരുന്നു. ഇത് നമ്മളെ സിക്കന്ദർ മലയുടെ മുകളിലുള്ള മക്കാമിൻ്റെ ഒരു വാരിസ് അല്ലേ, ദർഗാ വാരിസ് ആണ്. ഈ ഒരു കാരണവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ നാളേക്കുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാ ഇനി സിക്കന്ദർ മല കയറാൻ പോവാണ്. നിങ്ങൾ പേരെന്താണ്? അബ്ദുൽ ജബ്ബാർ. മാഷാ അല്ലാ. അപ്പോൾ ഇവർ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ആ പാട്ട് ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോയിൽ, സിക്കന്ദർ മലിനെ കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കും. അതിൻ്റെ വോയിസ് കാണിക്കും, ഇവരുടെ പാട്ടിൻ്റെ ആ സീനൊക്കെ കാണിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടുന്ന് പോകുന്ന കൊടൈക്കനാലിൽ നിന്ന് പോകുന്ന മധുര വരെയുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണിത്. ഇൻഷാ അല്ലാ നാളെ സിക്കന്ദർ മലയുടെ കയറുന്നത്, ഞങ്ങളിപ്പോൾ കയറാൻ പോകണേ, അതിൻ്റെ വീഡിയോ നാളെ വരും ഇൻഷാ അല്ലാ. ഷുവറായിട്ടും കാണുക. അതോടൊപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ, എല്ലാവരും ലൈക്കും ചെയ്യണം ഇൻഷാ അല്ലാ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർ, ഇൻസ്റ്റാഗ്രാം ഉള്ളവർ അത് ഫോളോ ചെയ്യണം മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനി ഏർവാടിക്കും നാഗൂർക്കൊക്കെ പോകാണ്ട് കേട്ടോ. എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ കാണുക. 2 മണിക്കായിരിക്കും നമ്മുടെ സിയാറത്തിൻ്റെ വീഡിയോ ഇടുക. ഇപ്പോൾ റേഞ്ചിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ സമയം വൈകും, അല്ലെങ്കിൽ 2 മണിക്ക് തന്നെ വരും ഉച്ചയ്ക്ക്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.